ആശുപത്രി ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്ന് 14 ദിവസം ദുബായിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മലയാളി പ്രവാസിയുടെ മൃതദേഹം വിട്ടുനൽകി. തൃശൂർ സ്വദേശി സുരേഷ് കുമാറിന്റെ മൃതദേഹമാണ് വിട്ടുനൽകിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. ദുബായിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന സുരേഷ് കുമാറിനെ കഴിഞ്ഞ മാസം 5-നാണ് പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അധികം വൈകാതെ സുരേഷ് കുമാറിന് ന്യൂമോണിയ സ്ഥിരീകരിക്കുകയായിരുന്നു. അസുഖം മൂർച്ഛിച്ചതിനാൽ 14 ദിവസം വെന്റിലേറ്ററിലും കഴിയേണ്ടി വന്നു. തുടർന്ന് ഏപ്രിൽ 22-നാണ് സുരേഷ് കുമാറിന്റെ മരണം സംഭവിച്ചത്. ആശുപത്രിയിൽ ബിൽ തുകയായി 4 ലക്ഷത്തോളം അടയ്ക്കേണ്ടതായി വന്നു. ഇൻഷുറൻസ് ഇല്ലാതിരുന്നതാണ് പ്രതിസന്ധിയായത്. 2 ആഴ്ച പിന്നിട്ടിട്ടും മൃതദേഹം വിട്ടുകിട്ടാതായതോടെ കുടുംബം പ്രവാസി സംഘടനകളെയും സാമൂഹിക പ്രവർത്തകരെയും ബന്ധപ്പെടുകയായിരുന്നു. തുടർന്നാണ് മൃതദേഹം വിട്ടുകിട്ടിയത്. പണം അടയ്ക്കാതെ തന്നെ ആശുപത്രി മൃതദേഹം വിട്ടുനൽകാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു. നമ്മളെ ഗുരുവായൂരിലെ സുരേഷ് ചേട്ടനാണ് 12 ദിവസം ഇവിടെ ഹോസ്പിറ്റലായി മരിച്ചിട്ട് ഇൻഷുറൻസ് ഇല്ലാത്ത കാരണം കൊണ്ട് ബോഡി വിട്ടിട്ടില്ലായിരുന്നു. ഒരു പിക്കപ്പ് ഡ്രൈവറാണ് ദുബായിൽ. സൗദി ജർമ്മൻ ഹോസ്പിറ്റലായിരുന്നു. ഇൻഷുറൻസ് റീസെന്റ് എക്സ്പയർ ആയാണ്. അപ്പൊ ബാബേട്ടനൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ആളെ സ്പോൺസർ. അപ്പോൾ അവിടെ നല്ലൊരു ഭീമമായ ഒരു എമൗണ്ട് വന്നിരുന്നു. അവിടെ പോയി സംസാരിച്ച് കാര്യങ്ങളാക്കിയിട്ട് ഇന്നാണ് ബോഡി റിലീസ് ചെയ്ത് കിട്ടിയത്. കേരള പിക്കപ്പ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള തുക സമാഹരിച്ചത്. നാളെ മൃതദേഹം കേരളത്തിലെത്തിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു. 24 ദുബായ്.